ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ലാൻഡ് ഗ്രാൻഡ് ആൻഡ് ദ ഇന്ത്യൻ സൊസൈറ്റി എന്ന ചാപ്റ്ററിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ഈ പറയുന്ന ചാപ്റ്ററിൻ്റെ ഫുൾ ക്ലാസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഫുള്ളൊന്ന് ഓടിച്ചു നോക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും നിങ്ങൾ പറയാറുണ്ട് നമ്മുടെ നോട്ടിൻ്റെ പേജുകളുടെ എണ്ണം കൂടുതലാണെന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഞാൻ സത്യത്തിൽ അത് സെപ്പറേറ്റ് ഒരു നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതല്ല, PPTയുടെ PDF ആക്കിയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ പരാതിക്ക് ഒരു പരിഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് ഞാൻ ചുരുക്കി 4 പേജിലായിട്ട് ഈ ഒരു ഫോർമാറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ വഴി എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, എങ്കിലും എന്ത് ചെയ്യാം, ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് ലാൻഡ് ഗ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലാൻഡ് ഗ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി ദാനം ചെയ്യുകയാണ് അല്ലേ. ആര് ദാനം ചെയ്യുന്നു? രാജാവിൻ്റെ പക്കലുള്ള ഭൂമി ബ്രാഹ്മണർക്ക് നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലാൻഡ് ഗ്രാൻഡ് എന്ന് വിളിക്കുന്നത്. ദ ട്രാൻസ്ഫർ ഓഫ് സം ഓഫ് ദ ലാൻഡ് ഇൻ ദ കിങ്സ് പൊസഷൻ ടു ദ ബ്രാഹ്മിൻസ്. ഈ ഒരു പ്രോസസ്സ് ആരംഭിക്കുന്നത് ശതവാഹനാസ് ആണ്. എന്നാൽ ഇത് വൈഡ് സ്പ്രെഡ് ആക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഫേമസ് ആക്കുന്ന ആരാണ്, അത് ഗുപ്താസിൻ്റെ കാലഘട്ടത്തിൽ ആണ്. അപ്പോൾ ശതവാഹനാസ് നടത്തിയ ലാൻഡ് ഗ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദാനം കൊടുക്കുന്ന ലാൻഡിലെ റിസോഴ്സുകൾ എടുക്കാനുള്ള അവകാശം മാത്രമാണ് നൽകിയിരുന്നത്. എങ്കിൽ ഗുപ്താസിൻ്റെ കാലഘട്ടം എത്തിയപ്പോൾ വന്ന മാറ്റം, ഈ പറയുന്ന റിസോഴ്സ് എടുക്കാനുള്ള അധികാരത്തോടൊപ്പം തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് മേലുള്ള അധികാരവും ആർക്ക് നൽകി, ഈ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്നത് ആർക്കാണോ അവർക്ക് നൽകി. അപ്പോൾ ഇങ്ങനെ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്ന പ്രോസസ്സ് തുടങ്ങിയതിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, രാജാവിൻ്റെ അധികാരം എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ് അല്ലേ. ഒരു ഭാഗത്ത് അത് ആർക്കാണോ ഗ്രാൻഡ് കൊടുക്കുന്ന ആ പറയുന്ന സ്ഥലത്തിൻ്റെ ഉടമ ആ പറയുന്ന വ്യക്തിയായിട്ട് മാറുകയാണ്. അപ്പോൾ രാജാവിൻ്റെ അധികാരം കുറയും. ഈ പറയുന്ന ടാക്സ് കളക്ട് ചെയ്യാനുള്ള അവകാശവും അവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്താനുള്ള അവകാശവും ആർക്ക് കൊടുക്കുന്നു, ഈ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നു. മാത്രമല്ല, ഇപ്പോൾ എനിക്കാണ് ലാൻഡ് കിട്ടിയതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്കിഷ്ടമുള്ള ആൾക്ക് അത് ദാനമായി കൊടുക്കാനുള്ള അവകാശവും കൊടുത്തു. അപ്പോൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ലാൻഡ് മൊത്തം രാജാവിന് സ്വന്തമായിരുന്ന കാലഘട്ടത്തിൽ ലാൻഡ് ഗ്രാൻഡ് വന്നതോടുകൂടി ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ള പോലെ നമ്മുടെ പേരിൽ ലാൻഡ് പതിച്ചു നൽകാൻ തുടങ്ങി. ആ ലാൻഡ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം കിട്ടി. ഇത്തരം പ്രോസസ്സ് നടന്നു വന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ബ്രാഹ്മണർക്കാണ് കൂടുതലായിട്ട് കൊടുത്തിരുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നടന്നപ്പോൾ, അല്ലെങ്കിൽ ലാൻഡ് ഗ്രാൻഡ് കൊടുക്കുന്ന സമ്പ്രദായം കാരണം ഇന്ത്യയിൽ ഉണ്ടായൊരു പ്രതിഭാസമാണ് ഇന്ത്യൻ ഫ്യൂഡലിസം, മാടമ്പിത്തം എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒരു പവർഫുൾ ക്ലാസ് ഓഫ് ലാൻഡ് ഓണേഴ്സ് വന്നു. അവരുടെ കയ്യിൽ ഒരുപാട് വെൽത്തും വളരെയധികം കൂടുതൽ ഇൻഫ്ലുവൻസും ഉണ്ട്. ഈ പറയുന്ന ആൾക്കാർ ആ പറയുന്ന അവരുടെ സ്വന്തം ലാൻഡിലെ ഫാർമേഴ്സിനെയും അഗ്രികൾച്ചർ ലേബേഴ്സിനെയൊക്കെ സ്ലേവിനെ പോലെ ട്രീറ്റ് ചെയ്ത് അവർക്ക് മേലുള്ള അധികാരം സ്ഥാപിച്ചെടുക്കുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇന്ത്യൻ ഫ്യൂഡലിസം എന്ന് പറയുന്നത്. നാട്ടുരാജാക്കന്മാരുണ്ടായി വന്നു എന്ന് നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. ഈ ഫ്യൂഡലിസം കാണിക്കുന്ന ഇവരാണ് നാട്ടുരാജാക്കന്മാർ. എന്ന് വെച്ചാൽ രാജാവല്ല, ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു ഏരിയയുടെ അധികാരി. ഇനി ഫ്യൂഡലിസം കൊണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഗുണം ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഗുണവും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, അൺകൾട്ടിവേറ്റഡ് ആയിട്ട് കിടന്ന സ്ഥലമൊക്കെ എന്ത് ചെയ്തു, ഈ ദാനം കൊടുക്കുന്നത് വഴി ഒരാൾക്ക് കിട്ടുകയും അവരത് എന്താക്കി മാറ്റുന്നു, അഗ്രികൾച്ചറിന് യോഗ്യമാക്കി മാറ്റുകയും ചെയ്യുന്നു. ആൾക്കാർക്ക് മേലുള്ള അധികാരം കിട്ടുന്നത് കാരണം അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സഫീഷ്യൻ്റ് ലേബേഴ്സിനെ കിട്ടിത്തുടങ്ങി. മാത്രമല്ല, ഈ ബ്രാഹ്മണർക്ക് എന്തിനുള്ള നല്ല കഴിവുണ്ടായിരുന്നു. എന്തിനുള്ള കഴിവ്, കൃഷിയെ പറ്റിയിട്ടും കൃഷിയുടെ ടെക്നോളജിയെ പറ്റിയിട്ടും കാലാവസ്ഥയെ പറ്റിയിട്ടും അറിവുള്ളത് കൊണ്ട് അവർ അതനുസരിച്ച് കൃഷി പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് ലാഭം കൊയ്യാനായിട്ട് തുടങ്ങി. മാത്രമല്ല, ഈ പറയുന്ന കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇറിഗേഷൻ ഫെസിലിറ്റീസും കൂടി, കനാലുകളും ഡാമുകളും അതുപോലെ ടാങ്ക്, വാട്ടർ റിസർവോയർ, മഴവെള്ള സംഭരണം, അതുപോലെ എന്താണ് ഗഡിയന്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന വാട്ടർ വീലൊക്കെ എന്ത് ചെയ്തു അവർ കണ്ടെത്തി. ആ കണ്ടെത്തിയതോടുകൂടി എന്ത് പറ്റി, കൃഷി നല്ല രീതിയിൽ ഫ്ലറിഷായി. അപ്പോൾ കൃഷി നന്നായപ്പോൾ ഒരുപാട് പ്രോഡക്റ്റ് കിട്ടി. അപ്പോൾ അത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ഉള്ളതിനേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ബാക്കി നമ്മൾ കച്ചവടം ചെയ്യും. അങ്ങനെ എന്ത് പറ്റി, അങ്ങനെ ട്രേഡും കോമേഴ്സും ഈ നാട്ടിൽ വളർന്നു. അങ്ങനെ കുറേ ആൾക്കാർ കച്ചവടക്കാരായിട്ട് മാറി. അങ്ങനെ കച്ചവടക്കാരായിട്ട് മാറി പിന്നെ കൃഷിയല്ലാതെ മറ്റ് സാധനങ്ങൾ നിർമ്മിക്കുന്ന, ഇപ്പോൾ ടെക്സ്റ്റൈൽസ്, തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നത്, മുസ്ലിം അങ്ങനത്തെ പലതരം തുണികളൊക്കെ നിർമ്മിക്കുന്ന കുറേ ഗ്രൂപ്പുകളുണ്ടായി. അവർ ചേർന്ന് അസോസിയേഷൻ ഉണ്ടാക്കി. ആ അസോസിയേഷനാണ് നമ്മൾ ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അസോസിയേഷൻസ് ഫോംസ് ആയി. അപ്പോൾ എന്താണ് ഗിൽഡ് അല്ലെങ്കിൽ ശ്രേണീസ് എന്ന് ചോദിച്ചാൽ, സെയിം ക്രാഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഫോം ചെയ്യുന്ന അസോസിയേഷനാണിത്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ അധികാരം കിട്ടുകയും ഈ മെമ്പേഴ്സ് എല്ലാം ഈ പറയുന്ന അസോസിയേഷൻ ഉണ്ടാക്കുന്ന നിയമങ്ങൾ പാലിക്കണം എന്നുള്ള റൂളും വന്നു. അങ്ങനെ ഗിൽഡുകൾ ശക്തമായിട്ട് മാറി.
ഇനി ട്രേഡ് കൊമേഴ്സിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽസ് ആയിരുന്നു പ്രധാനമായിട്ടും ഈ പറയുന്ന ഗുപ്ത കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന കൊമോഡിറ്റി എന്ന് പറയുന്നത്. മുസ്ലിൻ, കാലിക്കോ, ലിനൻ ടൈപ്പ് തുണികളുടെ ടെക്സ്റ്റൈൽ ഐറ്റംസ് എന്ത് ചെയ്തു, കടൽ കടന്ന് മറ്റ് രാജ്യങ്ങളോട്ട് കൊണ്ടുപോയി. വെസ്റ്റ് ഏഷ്യ, സെൻട്രൽ ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, റോമുമായിട്ടൊക്കെ ട്രേഡ് ലിങ്ക് ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ പ്രോമിനൻ്റ് ട്രേഡർമാരുണ്ടായി. അവരെയാണ് നമ്മൾ നഗര ശ്രേഷ്ഠൻ അല്ലെങ്കിൽ സാർത്രവാസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സാർത്വാഹ, ഓക്കെ പറഞ്ഞ മാറിപ്പോയി. അപ്പോൾ ഇവരെന്താണ്, പ്രോമിനൻ്റ് ട്രേഡേഴ്സ് എന്ന് വെച്ചാൽ ഇവർ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ ഇവർ എക്സ്പേർട്ടാണ്. ഇവർക്ക് സ്വന്തമായിട്ട് കപ്പലുണ്ട്, ജോലിക്കാരുണ്ട്. അങ്ങനെ അതുപോലെ അതിങ്ങനെ ഈ പറയുന്ന ട്രേഡ് ഫ്ലറിഷ് ആയപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ട്രേഡ് സെൻറ്ററുകൾ ഫോം ചെയ്തു. വൈശാലി, പാടലിപുത്ര, കനൗജ്, സ്രവസ്തി, കൗസംബി, ഉജ്ജയിനി ഒക്കെ പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റേഴ്സുകളായിട്ട് മാറി. അപ്പോൾ നമുക്കിതൊക്കെ എങ്ങനെ മനസ്സിലായി ഇങ്ങനെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന്? നമുക്കത് പ്രധാനമായിട്ട് മനസ്സിലായത് ട്രാവലേഴ്സ് എഴുതിയ ഡയറി കുറിപ്പിൽ നിന്നാണ്. അങ്ങനെ ഈ പറയുന്ന ഗുപ്ത കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച 2 ട്രാവലേഴ്സാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഫാഹിയാനും മറ്റൊന്ന് ഹുവാൻസാങ്. ഫാഹിയാൻ 5-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലോട്ട് വരുന്നതെങ്കിൽ ഹുവാൻസാൻ വരുന്നത് എപ്പോഴാണ്, 7-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ ഈ സമയത്തുണ്ടായിരുന്ന ഇവരുടെ ഈ പറയുന്ന അവരുടെ സ്ഥലത്തെ പറ്റിയുള്ള വിവരണത്തിൽ നിന്ന് നമുക്ക് ഇവിടെ വന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലായി. ഓക്കെ, അതായത് ട്രേഡ് സെൻറ്റേഴ്സ് കുറച്ച് കഴിയുമ്പോൾ ഡിക്ലൈൻ ചെയ്തു. അതിൻ്റെ കാരണമൊക്കെ നമ്മുടെ മറ്റേ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിവിഷൻ ഞാൻ ആ പോയിൻ്റൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയില്ല. അങ്ങനെ കുറച്ച് പോയിൻ്റൊക്കെ മാറ്റിയിട്ടുമുണ്ട്. ശരി, അന്നത്തെ സാമൂഹിക രീതി, സോഷ്യൽ ലൈഫ് എങ്ങനെയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ചാതുർവർണ്ണയം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ നിന്നിട്ടുണ്ടായിരുന്നു. പല പല ജോലികൾ വന്നപ്പോൾ ജോലിയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, പുതിയ പുതിയ ജാതികളും ഉപജാതികളും ഒക്കെ ഫോം ചെയ്തു. ഓക്കെ, നിഷിദാസ് എന്ന് വെച്ചാൽ പുറത്തു നിന്ന് ഇവിടെ വന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ജാതി ഉപജാതിയുള്ള ഒരു ചാതുർവർണ്ണയ ടൈപ്പ് ഓഫ് സിസ്റ്റം ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതിൽ ഉന്നതിയിൽ നിൽക്കുന്ന ബ്രാഹ്മണർ, ക്ഷത്രിയാസ്, വൈശ്യാസ്, പിന്നെ അന്ത്യജാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാതുർവർണ്ണയത്തിന് പുറത്തുണ്ടായിരുന്ന അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ട്രാവലോഗുകളിൽ നിന്ന് എന്ത് ചെയ്തു, മനസ്സിലായി. ഇനി സ്ത്രീകളുടെ സ്ഥാനം അന്ന് വളരെ മോശമായിരുന്നു. അതിപ്പോൾ ബ്രാഹ്മണ സ്ത്രീ ആയാലും ശരി, സാധാ സ്ത്രീ ആയാലും ശരി, പുരുഷൻ അടിമകളായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. അവർക്ക് ലാൻഡ് ഗ്രാൻഡ് ഒന്നും കൊടുത്തതായിട്ട് യാതൊരു വിധ തെളിവും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി അന്നത്തെ കാലത്ത് രാജാവിൻ്റെ പവറിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യത്തിനൊരു ആർമിയുണ്ട്. ആ ആർമിയുടെ കമാൻഡർ എന്ന് പറയുന്നത് രാജാവാണ്. സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ അധികാരങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന രാജാവാണ്. ജുഡീഷ്യൽ പവറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്ന രാജാവാണ്. രാജാവിൻ്റെ തീരുമാനമാണ് ഫൈനൽ. ഓക്കെ, ടാക്സുകളൊക്കെ വാങ്ങിയിരുന്നത് രാജാവാണ്. അതുപോലെ തന്നെ എല്ലാ ബഹുമതികളും കൊടുത്തിരുന്നത് ആരാണ്, രാജാവാണ്. അതിന് പുറമെ ബ്രാഹ്മണാസിനെയും, ശ്രമണാസ് എന്ന് വെച്ചാൽ അന്നത്തെ ബുദ്ധ ജൈന മോങ്കിൻസിനെയും പാവപ്പെട്ടവരെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് രാജാക്കന്മാരുടെ തൊഴിലെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതാണ് രാജാക്കന്മാർ ചെയ്തിരുന്നത്. നാട്ടിലെ കാര്യങ്ങളൊക്കെ നാട്ടുരാജാക്കന്മാരായത് ഫ്യൂഡലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ നോക്കി. അപ്പോൾ അങ്ങനെയാണ് സാമന്തന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജാവ് പിടിച്ചെടുക്കുന്ന സ്ഥലത്തെ ആൾക്കാർ രാജാവിന് അടിയറവ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സ്ഥലം പിന്നീട് ഭരിക്കാനായിട്ട് വിട്ടുകൊടുക്കും. അവരെ വിളിച്ചിരുന്ന പേരാണ് സാമന്താസ്. ദ ഗുപ്താസ് അലൗഡ് ദ കോൺകേർഡ് റൂളേഴ്സ് ടു കണ്ടിന്യൂസ് ഓട്ടോണമസ് സാമന്താസ്. ഓക്കെ, വിത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സക്സഷൻ ഓട്ടോണമി. അതായത് അവർക്ക് സാമന്തന്മാരായിട്ട് എന്ത് ചെയ്യാം, അവരുടെ രാജ്യം ഭരിച്ചു പോകാം. പക്ഷേ അവരെന്ത് ചെയ്യണം, ഈ പറയുന്ന ഗുപ്തന്മാരുടെ കീഴിൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ഡയറക്റ്റായിട്ട് റൂൾ ചെയ്ത സ്ഥലങ്ങളും ഗുപ്താസിനുണ്ടായിരുന്നു. ഇതുപോലെ സാമന്തന്മാരെ വിട്ട് ഭരിച്ചിരുന്ന ആ സ്ഥലങ്ങളും ഗുപ്താസിൻ്റെ കീഴിലുണ്ടായിരുന്നു. ഇനി ഗുപ്ത കാലഘട്ടത്തിലെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ പറ്റി നമ്മൾ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിൽ കലയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഗുപ്ത കാലഘട്ടമാണ്. സയൻസ്, ആർട്ട്, ലിറ്ററേച്ചറിനൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതി ആ സമയത്ത് ഉണ്ടായി. നമുക്കതിൽ ആദ്യം കൺസ്ട്രക്ഷൻ നോക്കാം. ഗുപ്ത കാലഘട്ടത്തിൽ ഒരുപാട് അമ്പലങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. കല്ലുകളും അതുപോലെ ബ്രിക്സും ഉപയോഗിച്ചിട്ടാണ് ഒരുപാട് ശില്പങ്ങളും വലിയ ബേസും പടികളും ഒക്കെ കെട്ടിയിട്ടുള്ള ഡെക്കറേറ്റഡ് റൂഫ്സൊക്കെ ഉള്ള വളരെ മനോഹരമായ പല അമ്പലങ്ങളും ഈ സമയത്ത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഹകളെ പറ്റി പറയുകയാണെങ്കിൽ ഈ സമയത്ത് ഒരുപാട് ഗുഹകൾ, അജന്ത ഗുഹ, ഉദയഗിരി ഗുഹ, ബാഗ കേവ്സ് പോലെയുള്ള ഗുഹകൾ, അവിടുത്തെ ശില്പങ്ങൾ, മ്യൂറൽ പെയിൻറ്റിങ്, അന്നത്തെ രാജാവിൻ്റെ റോയൽ ലൈഫും അന്നത്തെ മിത്തോളജിക്കലായിട്ടുള്ള കഥകളും സീനുകളും അതുപോലെ തന്നെ ആകാശത്തുള്ള സെലസ്റ്റിയൽ ഒബ്ജക്റ്റുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അന്നത്തെ കാലത്തെ സംസ്കൃതം, അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിച്ചിരുന്ന ഭരണഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ്. ബ്രാഹ്മണരുടെ ഇൻഫ്ലുവൻസ് ആണ് ഈ സംസ്കൃത ഭാഷ അതിലോട്ട് എത്തിക്കാനായിട്ട് കാരണമായത്. ഈ സമയത്ത് തന്നെ രാമായണവും മഹാഭാരതവും പോലുള്ള പുരാണങ്ങൾ എന്ത് ചെയ്തു, വാമൊഴിയായി പറഞ്ഞുകൊണ്ടിരുന്നത് ആൾക്കാർ എഴുതി തയ്യാറാക്കുന്ന കാലഘട്ടമാണ് ഇത്. ഒരുപാട് കൃതികളും ഈ സമയത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അഭിജ്ഞാന ശാകുന്തളം കാളിദാസൻ്റെ ഡ്രാമയാണ്. കുമാരസംഭവം കാളിദാസൻ്റെത് കവിതയാണ്. മൃജകാട്ടിക ശൂദ്രകൻ്റെ ഡ്രാമയാണ്. സ്വപ്നവാസവദത്ത ഭാസൻ്റെ നാടകമാണ്.
ത്രികണ്ഠി, ഭർതൃഹരി. ഓക്കെ, അമരകോശം അമരസിംഹൻ്റെതും ഒക്കെ ഈ പറയുന്ന ഗ്രാമർ ടെക്സ്റ്റ് ഇതൊക്കെ എന്താണ് ഈ സമയത്ത് രചിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇത് പേര് നിങ്ങളായിട്ട് കോഡ് ഉണ്ടാക്കി പഠിക്കുന്നതാണ് നല്ലത്. എൻ്റെ കോഡ് എനിക്ക് മനസ്സിലാവും, നിങ്ങളെ കോഡ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അങ്ങനെ രസകരമായിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതി വെച്ചാൽ മറ്റു കുട്ടികൾക്കും അത് യൂസ്ഫുള്ളായിട്ട് മാറും. ഇനി ഫിലോസഫിക്കൽ വർക്കിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് കപിലൻ എഴുതിയ കൃതിയാണ്. യോഗ പതഞ്ജലി മഹർഷി, ന്യായ ഗൗതമ മഹർഷി, വൈശേഷിക കനാദ മഹർഷി, വേദാന്ത ഭദ്രായന, മീമാംസ ജെയ്മിനി. ഓക്കെ, ഇത് ഈ സമയത്ത് ഫിലോസഫിക്കൽ വർക്കാണ്. മാത്സ് ഫോളോയിങ് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, നോക്കി വയ്ക്കണം. ഇനി ശാസ്ത്ര പുരോഗതിയെ പറ്റി പറയുകയാണെങ്കിൽ വരാഹ മിഹിര എന്ന് പറയുന്ന ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ ബൃഹത് സംഹിത, ആര്യഭട്ടൻ്റെ ആര്യഭട്ടീയം, അതുപോലെ അമരസിംഹൻ്റെ അമരകോശമൊക്കെ ഈ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൃതികളാണ്. അപ്പോൾ ഇതാണ് നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി നേരെ പോകുന്നത് സൗത്ത് ഇന്ത്യയിലോട്ടാണ്. സൗത്ത് ഇന്ത്യയിലെ ലാൻഡ് ഗ്രാൻഡ് കൂടുതലായിട്ട് നടത്തിയത് പല്ലവാസും പാണ്ഡ്യാസും ആയിരുന്നു. 6-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ഇത് എന്ത് ചെയ്യുന്നത്, സൗത്ത് ഇന്ത്യയിൽ ഫേമസ് ആവുന്നത്. ലാൻഡ് ഗ്രാൻഡ് വരുന്നതോടുകൂടി ബ്രാഹ്മണർക്ക് വലിയ സ്ഥാനം ലഭിക്കുകയും ആ നാട്ടിലെ കൃഷിക്ക് ഉന്നതി ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കൃഷി നല്ല രീതിയിൽ വളർന്നു. അപ്പോൾ കൃഷിയോടുകൂടി ചേർന്ന് എന്ത് ചെയ്തു, ട്രേഡും വന്നു. ഇവർ നല്ല രീതിയിൽ കപ്പൽ മാർഗത്തിൽ ട്രേഡ് നടത്താൻ കഴിവുള്ളവരായതുകൊണ്ട് തന്നെ മാരിടൈം ട്രേഡും ഇൻ്റർണൽ ട്രേഡും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡും ഒക്കെ ഈ സമയത്ത് എന്ത് ചെയ്തു, നല്ല രീതിയിൽ വളർന്നു. മഹാബലിപുരവും നാഗപട്ടണവും ഒക്കെ ഈ പറയുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോർട്ടുകളായിരുന്നു. നമ്മൾ നോർത്ത് ഇന്ത്യ പറഞ്ഞ പോലെ സെറനീസ് എന്ന് പറഞ്ഞ മർച്ചൻ്റ് ഗിൽഡ് വന്ന പോലെ വാണിക എന്ന പേരിൽ സൗത്ത് ഇന്ത്യയിലും എന്ത് ചെയ്തു, ട്രേഡേഴ്സിൻ്റെ അസോസിയേഷൻസ് അല്ലെങ്കിൽ ഗിൽഡുകൾ ഫോം ചെയ്യുന്നതും ഈ സമയത്താണ്. ഇനി അന്നത്തെ എക്കോണമിയെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ റോമൻ, ഗ്രീക്ക്, ചൈനീസ്, അറബുകാരുമായിട്ട് ഈ പറയുന്ന കോർക്കൈ, കായൽപട്ടണം, പെരിയപട്ടണം പോലുള്ള പോർട്ടുകൾ വഴി പെപ്പറും സാൻഡലും ഗോൾഡും പേളും ഒക്കെ ഇവർ എന്ത് ചെയ്തു, എക്സ്ചേഞ്ച് ചെയ്തിരുന്നു. കൃഷിയിൽ നിന്നും നല്ല രീതിയിൽ ഇവർക്ക് എന്ത് കിട്ടുമായിരുന്നു, എക്കോണമിയെ പറ്റി പറയുമ്പോൾ വരുമാനം പറയണമല്ലോ. അപ്പോൾ പാണ്ഡ്യാസ് റവന്യൂ സോഴ്സ് ടു ഇൻക്ലൂഡ് എവിടെയൊക്കെ, അപ്പോൾ എവിടെ നിന്നൊക്കെ വരുമാനം കിട്ടുന്നതെന്ന് വെച്ചാൽ ഒന്ന് അഗ്രികൾച്ചർ, ട്രേഡ്, ക്രാഫ്റ്റ്. ഓക്കെ, ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ 1/6 എന്ത് ചെയ്യണം, ട്രേഡിൽ ടാക്സ്, ട്രേഡല്ല കൃഷിയെ എന്ത് വഴി ചെയ്താലും അതിൻ്റെ 1/6 ആർക്ക് കൊടുക്കണം, രാജാവിന് ടാക്സ് ആയിട്ട് കൊടുക്കണം. പിന്നെ ബ്രഹ്മദേയം എന്ന് പറഞ്ഞ ഈ പറയുന്ന ബ്രാഹ്മണർക്ക് നൽകിയ സ്ഥലങ്ങളും അഗ്രഹാരങ്ങളും ഒക്കെ എന്താണ്, ടാക്സിൽ നിന്ന് അന്ന് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്ന ബ്രാഹ്മണർക്ക് ലാൻഡ് ഗ്രാൻഡ് കിട്ടും, അതുവഴി ആ സ്ഥലത്ത് മൊത്തം റിസോഴ്സും കിട്ടും, പക്ഷേ അവർക്ക് എന്ത് കൊടുക്കണ്ട, ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ പാവപ്പെട്ടവർ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായിരുന്നു അന്ന് എക്സിസ്റ്റ് ചെയ്തിരുന്ന സിസ്റ്റം. ഇനി അന്നത്തെ സാമൂഹിക രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ജാതി വ്യവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു ഉയർന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ബ്രാഹ്മണർക്ക് കൊടുക്കുന്ന സ്ഥലത്ത് ബ്രഹ്മദേയ എന്ന് അറിയപ്പെട്ടിരുന്നു. ലോവർ കാസ്റ്റ് പെടുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. നമ്മൾ ചാതുർവർണ്ണ സിസ്റ്റം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. കൂടുതൽ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി അന്നത്തെ റിലീജിയൻ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞാൽ പല്ലവാസും പാണ്ഡ്യാസും നല്ല രീതിയിലുള്ള ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും, ശൈവ എന്ന് വെച്ചാൽ ശിവൻ, വൈഷ്ണവ എന്ന് വെച്ചാൽ വിഷ്ണു, അമ്പലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ പറയുന്ന ശിവ വിഷ്ണു ദൈവങ്ങളുടെ ആരാധന കൂടുന്ന ഒരു സമയത്തെയാണ് നമ്മൾ ഭക്തി പ്രസ്ഥാനം അല്ലെങ്കിൽ ഭക്തി മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ബ്രാഹ്മണർക്കല്ലാതെ മറ്റുള്ളവർക്കും ഈ പറയുന്ന ദൈവങ്ങൾ ആരാധിക്കാമെന്ന് പറഞ്ഞൊരു കാര്യമൊക്കെ സൗത്ത് ഇന്ത്യയിൽ ആ സമയത്ത് ആരംഭിക്കുന്നുണ്ട്. അതിനാണ് നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിൽ രാജാക്കന്മാരും സാഹിത്യത്തിലും ലാംഗ്വേജിലൊക്കെ അറിവ് ഉള്ള ആൾക്കാർ ആയിരുന്നു. മഹേന്ദ്രവർമ്മൻ എന്ന് പറയുന്ന സംസ്കൃത സ്കോളർ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ ക്ലാസ്സിൽ വ്യക്തമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അമ്പലങ്ങൾക്കും ഈ പറയുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അമ്പലങ്ങൾ എന്ന് പറയുന്നത് ആർട്ടിൻ്റെയും ലാംഗ്വേജിൻ്റെയും കൾച്ചറിൻ്റെയൊക്കെ പ്രധാന സെൻറ്റേഴ്സ് ആയിരുന്നു. ഇനി ഈ സമയത്തുണ്ടായിരുന്ന അമ്പല നിർമ്മാണ രീതിയാണ് ദ്രവീഡിയൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പാറയിൽ കൊത്തിയ അമ്പലങ്ങൾ, ഒറ്റക്കല്ലിൽ തീർക്കുന്ന മണ്ഡപങ്ങൾ, അമ്പലങ്ങൾ, അതുപോലെ തന്നെ എന്താണ് അതിൽ ശ്രീകോവിൽ, വിമാനം, ശിഖാരാസ്, മണ്ഡപങ്ങൾ പോലെയുള്ള പ്രത്യേക രീതിയിലുള്ള കൺസ്ട്രക്ഷൻസും ഈ പറയുന്ന സമയത്ത് നടത്തിയിരുന്നു. പെട്ടെന്ന് അങ്ങ് തീർന്നല്ലേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷൻ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.